ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നതാണ്. അപ്പം നമ്മൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. സ്റ്റോപ്പ് ആയിട്ടുണ്ടായത്. അപ്പൊ ആദ്യം എനിക്ക് അതിനെ സ്റ്റാർട്ട് ആയിപ്പിക്കണം. എനിക്ക് നമ്മളിപ്പോ എസ്കലേറ്ററിന്റെ മുകളിൽ കയറി ഞാൻ തോന്നുന്നു. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ബാഗ് സെക്ഷൻ അല്ല, സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം. പെന്ന് അതല്ല, ഞാൻ പൗച്ചാണ്. ഇതൊരു പെൻസിലാണ്. അമ്മ നെയിം സ്ലിപ്പ്. പ്രിൻസസ് ബാഗ്സ് ആണ് ഇതൊക്കെ. ബാഗ്സ് ആണ്. അപ്പൊ നമുക്ക് സ്കൂളൊക്കെ തുറക്കുന്നല്ലേ, അപ്പൊ നമുക്ക് കുറെ സാധനങ്ങൾ സ്കൂള് പർച്ചേസ് ചെയ്യണം. ഇവിടെ ലഞ്ച് ബാഗ്സ് ആണ്. ഇതെന്താ അതെല്ലാം സോഫ്റ്റ് അറിയില്ല. പൗച്ചാണ്. കളർ പെൻസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. എത്ര പൈസ? ഷാർപ്നർ കുഞ്ഞാണേ. എനിക്ക് തോന്നുന്നു ഷാർപ്നറിന്റെ കുറെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം കുറച്ച്. എന്തൂട്ടാ ക്രയോൺസ് അതേ അറിയില്ല. അതിന് കാണിച്ചു കൊടുക്കട്ടെ. വാട്ടർ ബോട്ടിലിന്റെ സെക്ഷൻ. പിന്നെ ഇതൊക്കെ ബുക്സ് സെക്ഷനാണ്. ബുക്സ് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ സ്റ്റിക്കി നോട്ട്സ് കളക്ഷൻസ്. ഇതൊക്കെ ബാഗാണ് കേട്ടോ. ബാഗ് ഇതെന്താ? അത് പെൻസിലും കളർ പെൻസിലൊക്കെ. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫയൽ കളക്ഷൻസ് ആണ്. വാട്ടർ ബോട്ടിൽ കളക്ഷൻസ്. പിന്നെ ഇത് നെയിം സ്റ്റിക്കാണ് കേട്ടോ. സ്ലിപ്പ് അത് നമ്മൾക്ക് ആവശ്യമുണ്ട്. എയർ ഫ്രയർ ആണ്. ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല വലിയ പില്ലോ ഇത്രക്ക് സൈസ്. നമ്മളെ നാട്ടിൽ ഷോൾഡറിന്റെ അടുത്തുണ്ടോ എന്റെ ഷോൾഡർ. ഇങ്ങനെയാണ് കിട്ടുണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് 2-3 എക്സ്ട്രാ ബനാന വേണം. ഇങ്ങനത്തെ എല്ലാം മേടിക്കണം. Wow, what a beautiful. ഗണപതിന്റെ നവരാത്രി ആവാനായോണ്ട് നവരാത്രിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം. മുദ്ദ ഇത് എവിടെ വെക്കാൻ? വീട്ടിലല്ലേ വെക്കാൻ. ഹലോ, കൊറേ ചിന്ത സാധനങ്ങൾ. ശ്രീകൃഷ്ണൻ എന്നല്ലേ? അതെ. ശ്രീകൃഷ്ണനാ? ബുദ്ധ. ഇത് ചാർലി. അല്ല, മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യും. ഇത് മറ്റേ വെഡിങ് ആനിവേഴ്സറി. അതെ, ഞാനും ട്രൈ ചെയ്യാം. ഇതെല്ലാവർക്കും പറ്റും കേട്ടോ. പറ്റും അമ്മക്ക് പറ്റും. അച്ഛാ പറ്റുക. ഇതെല്ലാം ഒന്ന് നോക്കണം. നീ ഇതെടുത്ത് നോക്കിയേ. അയ്യോ, അത് പറ്റില്ല. ഇതെടുത്ത് നോക്കിയേ.
ഇതെടുത്ത് നോക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ നമുക്ക് കളിക്കാം. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ വിളിക്കാം. നീ വിളിക്കാം. 1 2 3 4. വേറെ സ്ഥലത്തൊന്ന് കളിക്കാം. അവള് പറയുന്നത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാന്ന്. നമുക്ക് വേറെ സ്ഥലത്ത് കളിക്കാം. ഓക്കെ. അവിടെ നമ്മള് ബേബി സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. അതെ, ബേബി കളിക്കാം. അപ്പൊ ഞാൻ അവിടുന്ന് ഓക്കെ. നമുക്കെന്താ അപ്പുറത്ത് അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. 20 വരെ വിളിച്ചോ. അവിടെ ചെല്ലപ്പോ വേറെ ഏതെങ്കിലും വിളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അച്ഛൻ പോയി. അവനുണ്ട്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്കിന് അങ്ങനത്തൊരു കളിയില്ല. ഹൈഡ് ആൻഡ് സീക്കിന് അങ്ങനെ ക്യാമറ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. വാട്ടർ ബോട്ടിലിന്റെ സെക്ഷനാണ്. നല്ല പാങ്ങുണ്ട് കാണാൻ. കുഞ്ഞു കുഞ്ഞാവുന്ന സമയത്ത് ഓൾറെഡി ഇതെല്ലാം അനുവിനി അധികം ഉണ്ടാവുകൊണ്ട് ഞാൻ പിന്നെ ഇതൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാളോ ചോദിച്ചിട്ടോ. എല്ലാം സ്റ്റോക്ക് ഉണ്ട്. കളർ പെൻസിലായാലും അത് പിന്നെ ഇടക്കിടക്കേ വാങ്ങിക്കും. ഇതൊരു കൊല്ലത്തില് ഒന്നല്ല. കളർ പെൻസില്, സ്കെച്ച് ഇതെല്ലാം ഇടക്കിടക്കേ വാങ്ങിക്കുന്നുണ്ടല്ല. പിന്നെ പെന്നാണ് കാര്യമായിട്ട് വാങ്ങിക്കേണ്ടത്. ഓൾറെഡി ഇവരെ ക്ലാസ്സിലെ ടീച്ചർ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തിന്. കാരണം 5th തൊട്ടിട്ട് ഇവർക്ക് പെന്ന് വരുമല്ലോ. പെൻസിലിൽ നിന്ന് പെന്നിലേക്ക് അപ്ഗ്രേഡ് ആവുന്നതല്ലേ. അന്നേരം അതിനൊരു നല്ലൊരു പെന്ന്, അത് ആദ്യമായിട്ട് ഇവർക്ക് എഴുതി ശീലിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടാ. പിന്നെ താഴത്തെ സെക്ഷനിലേക്ക് വന്നു. കുറച്ച് ഗ്രോസറി അതെല്ലാം വാങ്ങിക്കാനുണ്ട്. അങ്ങനെ താഴോട്ട് വന്നു. അജയേട്ടനാണെങ്കിൽ ഈ പില്ലോ മുകളിൽ നിന്ന് പില്ലോ മേടിച്ചാൽ വണ്ടിയിൽ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായി. അന്നേരം ഇവർ ഈ ട്രോളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റി കളിക്കുന്നത്. പിന്നെ അധികം തിരക്കുണ്ടായിട്ടില്ല കേട്ടോ. അതിൽ തിരക്കില്ലാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ കളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ നിൽക്കൂല. അവര് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന സമയത്ത് അതൊരു മോശമല്ലേ. അങ്ങനെ ഇങ്ങനെ അപ്പുറം നോക്കി ഒന്നുമില്ല, വാങ്ങിക്കാനില്ല ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. മീൻസ് ആ സെക്ഷനിലൊന്നും വാങ്ങിക്കേണ്ടതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നേരെ അനുവിന്റെ അതിന്റെ സെക്ഷൻ എത്തി. ഇവിടെ എത്തുമ്പോൾ തന്നെ മുഖമെല്ലാം മരം കണ്ടോ. അനുവിന്റെ മുഖമെല്ലാം മാറി. സോപ്പ് നല്ല സോപ്പിട്ട് പതക്കുന്നുണ്ട് കേട്ടോ, പതപ്പിക്കുന്നുണ്ട്. അതിന്റെ കണ്ണതിന്റെ ഇടയിൽ എന്തോ റെഡിഷ് കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താ പറ്റിയത്. ഫോൺ നോക്കിയിട്ടായിരിക്കും, ഒരു ടാബ് നോക്കിയിട്ടായിരിക്കും, TV കണ്ടിട്ടായിരിക്കും എന്നല്ല പറഞ്ഞിട്ട് ഞാൻ ചീത്ത തരുന്നു. എനക്കറിയില്ല എന്നാ പറയുന്നത്. പിന്നെ ഇതാ ബിസ്ക്കറ്റ് ആയിട്ട് ഓരോന്ന് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് വെക്കും. കയറുന്ന സമയത്ത് തന്നെ ചോക്ലേറ്റിന്, ചിപ്സിന് ഇതിനെല്ലാം കൂടിയിട്ട് ഇത്ര ദിറംസ് അതിന്റെ അകത്ത് മാത്രമേ ആവാനുള്ളൂ, പുറത്താവാൻ പാടില്ല എന്ന് പറയും. അന്നേരം അത് ഇവര് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. അന്നേരം അതിന്റെ ഒരു ദിറംസ് പോലും ഞാൻ മീൻസ് ആഡ് ആക്കൂല. ഇപ്പം ഒരു 5 ആണെങ്കിൽ 6 എക്സ്ട്രാ ഇല്ല, ഞാൻ പറയില്ല അത്. അതുകൊണ്ട് അതിന്റെ അകത്തുള്ളത് ചെറിയ പൈസേണ്ടത് കൂടുതൽ വാങ്ങിക്കണം എന്നുള്ളൊരു ചിന്ത വരും. അന്നേരം ഈ 1 ദിറംസ് ഉള്ളതെല്ലാം കൂടുതൽ വാങ്ങിക്കും. പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് ക്രീം ബിസ്ക്കറ്റ് അങ്ങനെ വലിയ ഇതല്ല. എന്നാലും ഇടയ്ക്ക് ഒരു ഫുഡെല്ലാം കഴിച്ചിട്ട് ഓരോരു കഷ്ണം കഴിക്കാൻ വേണ്ടി ഒരു രസമല്ലേ. അങ്ങനെ വലിയ മധുരം എന്ന് പറഞ്ഞിട്ട് വലിയ ഇതൊന്നും അല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ മധുരത്തിന്റെ ഒരു സ്റ്റോക്ക് വെക്കലുണ്ട്. ചോക്ലേറ്റോ എന്തെങ്കിലും. ചോക്ലേറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്നിട്ടൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ ട്രോളിയിൽ ഇട്ടുവേ. പിന്നെ അപ്പോഴേക്കും അനുവാദി അടുത്ത് എത്തി. കണ്ട ഷോപ്പിംഗ് ആണ്, ഫുള്ള് ഷോപ്പിംഗ് ആണ്. കണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി അത് നല്ല റേറ്റിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ അത് ഒരു പീസ് എടുത്തോ, ബാക്കിയുള്ളതെല്ലാം ട്രോളിയിൽ ഇപ്പൊ നിങ്ങൾ ഇട്ടതെല്ലാം അവിടെ തന്നെ പ്ലേസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് വേണ്ട, എന്നാ പിന്നെ ഇത് ഓൾറെഡി ഇതിലുള്ളത് മതി എന്ന് പറഞ്ഞു. അതാണ് ഇല്ല കിട്ടൂല അതിലൊരു അവസ്ഥയിലാണ്. കണ്ട രണ്ടുപേരും വളരെ ഇത്ര ഓടി ചാടി നടന്നുകൊണ്ടിരുന്നവരാണ് സൈലന്റ് ആയിട്ട് പോകുന്നത്. പക്ഷെ അജയേട്ടന്റെ കൂടെ ഇപ്പം ഞാനില്ലാണ്ട് ഇവര് 3 ആളും കൂടിയിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ലിസ്റ്റിനെക്കാട്ടും കൂടുതൽ ഇവരെ സാധനങ്ങളായിരിക്കും. കാരണം ഞാനെല്ലാം നോ പറയേണ്ടടുത്ത് നോ. അജയേട്ടൻ പിന്നെ പോട്ടെ പിള്ളേരല്ലേ നിലയിൽ ആ ഒരു കൺസിഡറേഷൻ കൊടുത്തത് അത് ഒരു നന്നായിട്ട് മുതലാക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. എന്നിട്ട് ഞാൻ ഈ പച്ചക്കറി വെക്കാൻ വേണ്ടി അപ്പുറം സൈഡിലേക്ക് പോയ സമയത്ത് ഇവരെ കാര്യം സാധിച്ചിട്ടുണ്ടായി. അത് കണ്ട ഒളിപ്പിച്ച് വെക്കുന്നു ഞാൻ കാണാണ്ട്. ഞാൻ പിന്നെ വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് അവളെ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടേ ഇല്ല സംഭവം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ
കണ്ട 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 ഇതാണ് കണ്ട കയ്യിൽ കണ്ട. എന്നിട്ട് പിന്നെ അതെല്ലാം എടുത്ത് ബില്ലെല്ലാം അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതിങ്ങനെ ട്രോളിന്റെ രണ്ട് സൈഡിലും ഇവരിങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മ ഇങ്ങനെ തള്ളണം. ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല, ഞാൻ അതൊട്ട് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ആ ചേട്ടൻ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അവരെ കാര്യത്തിൽ ഇടപെടില്ല. അവരെ ഇറക്ക് വലിയ ഇത് വരുന്നില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മിക്സഡ് ആയിട്ടുള്ള കുറെ വെറൈറ്റിയിലെ ചോക്ലേറ്റ് അങ്ങനെ മിക്സഡ് ആയിട്ട് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് പിന്നെ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങി. ലീവ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു, ബീച്ചിന്റെ സൈഡാണ് വരുന്നത്. അതുകൊണ്ട് കുറെ ആൾക്കാർ അതിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബീച്ചിൽ പോയിട്ട് വരുന്നവരും പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.